Hello everyone, myself Sri Lakshmi Nair, Assistant Professor Electrical and Electronics Department, SNIT Adur. Today we are going to discuss about University question papers of subject Electric Drives, course code is EE308. നമ്മൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോ ഇതിന് മുമ്പത്തെ ലെക്ചർ വീഡിയോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ 6 മൊഡ്യൂളിലെ പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 4th മൊഡ്യൂളിൻ്റെ ഒരു 40% പോർഷൻസ് മുതൽ 6th മൊഡ്യൂൾ ഫുൾ വരെ നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലും അതുപോലെ യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് എല്ലാം കണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ അതായത് ഫസ്റ്റ് 3 മൊഡ്യൂൾസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിലെടുത്ത സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലെക്ചർ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇനിയും നമുക്ക് ഈ നമ്മുടെ 6 മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി അതായത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ പഠിക്കാനുള്ളതൊരു ഹെഡിങ് ആയിരിക്കും. അതായത് എന്തെങ്കിലും ഇപ്പം റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്നൊക്കെ പറയുന്ന ഒരു ഹെഡിങ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരിക്കലും എക്സ്പ്ലെയിൻ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കത്തില്ല. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വൈ ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദാറ്റ് അല്ലെങ്കിൽ വൈ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കോൺസ്റ്റന്റ് ലോഡ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ചോദിക്കുന്നത്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻസ് 15 മാർക്കിൻ്റെതോ 10 മാർക്കിൻ്റെതോ ഒക്കെ ഡയറക്റ്റ് എസ് എ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഹെഡിങ് അതുപോലെ തന്നെ വരുന്ന രീതിയിൽ ചോദിക്കാം. അല്ലാതെ മിക്കവാറും KTUവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സീരീസിൻ്റെ പേപ്പർ ഞാൻ ഓൾറെഡി നോക്കി തന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരിക്കലും നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം വെറുതെ ഇങ്ങനെ ഒരു രീതിയിൽ എഴുതരുത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മാർക്ക് കുറച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആൻസർ നമ്മൾ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇവാലുവേറ്റർ ഉണ്ട്. അല്ലെങ്കിൽ ആ ഇൻവിജിലേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊക്കെ പേപ്പർ നോക്കാൻ വാല്യുവേഷൻ ക്യാമ്പിൽ പോകുന്ന സമയത്ത് നമുക്കൊരു സ്കീം തരും യൂണിവേഴ്സിറ്റി. അല്ലാതെ വെറുതെ നമ്മുടെ ഒരു ടീച്ചേഴ്സിൻ്റെ ഇഷ്ടത്തിനല്ല നമ്മൾ പേപ്പർ നോക്കി കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു സ്കീമുണ്ട്. ആ സ്കീം അനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് മാർക്ക് ഇടുന്നത്. അതായത് ഒരു സപ്പോസ് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തിൽ ഡയഗ്രത്തിന് 1 മാർക്ക്, എക്സ്പ്ലനേഷന് 2 മാർക്ക്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയിരിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതിയിരിക്കുന്നതിന് 2 മാർക്ക് എന്ന് പറഞ്ഞായിരിക്കും 5 മാർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കീം ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും നിങ്ങളുടെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും സ്കീം ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്കീം വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ആ സ്കീം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പാസ്സാവാൻ പറ്റും. ഇപ്പം ഓൾറെഡി നിങ്ങൾ പാസ്സാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ CGPA എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിയിലാണ്. ചുമ്മാ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 60 മാർക്കിനും അറ്റംപ്റ്റ് ചെയ്യാം, 100 മാർക്കിനും എഴുതാം. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ രണ്ടും അതായത് 60 മാർക്കിന് എഴുതുന്ന ആളും 100 മാർക്കിന് എഴുതുന്ന ആളും എഴുതുമ്പോൾ ആ ഒരു ആൻസറിലുണ്ടാവുന്ന ആൻസർ കുറച്ചുകൂടെ വ്യക്തമായിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടുന്നത്. അപ്പം ഈ സ്കീം ഓഫ് ഇവാലുവേഷൻ അനുസരിച്ച് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ പാസ്സാവാനും അതുപോലെ ഇപ്പോൾ ഫെയിൽ ആവുന്ന കുട്ടികൾക്ക് പാസ്സാവാനും പാസ്സായ കുട്ടികൾക്ക് CGPA ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കിത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ 6 മൊഡ്യൂളും പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇനി ഓരോ തവണ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അതിൻ്റെ സ്കീം തരും, എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുന്നുള്ളത്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്ലോക്ക് ഡയഗ്രാം മാത്രം വരച്ചു വെക്കും. യൂണിവേഴ്സിറ്റിക്ക് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രത്തിന് മാത്രമായിരിക്കത്തില്ല 5 മാർക്ക്. ബ്ലോക്ക് ഡയഗ്രത്തിനകത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കാണും. ആ എക്സ്പ്ലനേഷനും കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം എങ്ങനെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി മുതലുള്ള ലെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓഫ് ഏപ്രിൽ 2018 നടന്നിട്ടുള്ള ഡ്രൈവ്സിന്റെ
എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫുൾ നമുക്ക് ഒരു ലെക്ചർ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെക്ചർ വീഡിയോയ്ക്കകത്തിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ്, 4-5 ക്വസ്റ്റ്യൻസ് ഒതുക്കി ആ വീഡിയോയിൽ ഫുൾ, അതായത് ഒരു 4 ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ലെക്ചർ വീഡിയോയിൽ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നല്ല അടുത്തേക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് 6th സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2018 നടന്ന ഇലക്ട്രിക്കൽ ഡ്രൈവ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 5 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെയാണ് പാർട്ട് എയിൽ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ഓഫ് ആൻ ഇലക്ട്രിക് ഡ്രൈവ്. Second question, derive the speed torque characteristics of DC separately excited motor. Draw its speed torque characteristics for variable armature resistance. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ക്ലാസ് സി ചോപ്പ് ഓഫ് എ DC motor. Draw its VI characteristics. Fourth question, draw and explain the speed torque characteristics of a variable stator voltage controlled induction motor. Why stator voltage control is not suitable for speed control of induction motor with constant load torque. ഈ 4 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൊഡ്യൂൾ 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 3. നാലാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 4. ഇനിയും 5, 6, 7, 8 ഇനി ഒരു 4 ക്വസ്റ്റ്യനും കൂടെ എ പാർട്ടിലുണ്ട്. ആ 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും മൊഡ്യൂൾ 5-ൽ നിന്നും 7th 8th മൊഡ്യൂൾ 6-ൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ. അതായത് മൊഡ്യൂൾ 5-നും 6-നും വെയിറ്റേജ് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് സിലബസിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇത്ര %, 20% ഉണ്ട് നമ്മുടെ മൊഡ്യൂൾ 5-ൽ നിന്നും മൊഡ്യൂൾ 6-ൽ നിന്നും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ഓഫ് ആൻ ഇലക്ട്രിക് ഡ്രൈവ്. അതായത് ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ, ഒരു ഇലക്ട്രിക് ഡ്രൈവിന്റെ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോളിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ ശ്രദ്ധിക്കാം. മൊത്തം 5 മാർക്കാണ്. അപ്പം ഒന്നാമത് നമ്മൾ സ്കീമിനകത്തുള്ളത് ബ്ലോക്ക് ഡയഗ്രാം ഷോയിങ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്. അതായത് ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ കാണിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം, അതിന് മാത്രമാണ് 3 മാർക്ക്. രണ്ടാമതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഷോയിങ് 2 മാർക്സ്. അതായത് ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ എന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് 2 മാർക്ക്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എഴുതുക ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ഓഫ് ഡ്രൈവ്സ്. അല്ലെങ്കിൽ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു എത്ര ടൈപ്പ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ നമ്മൾ പഠിച്ചു. കറന്റ് ലിമിറ്റ് കൺട്രോൾ പഠിച്ചു, ക്ലോസ്ഡ് ലൂപ്പ് ടോർക്ക് കൺട്രോൾ പഠിച്ചു, ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ പഠിച്ചു ആണല്ലോ. ഇത് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തിനാണ് ക്ലോസ്ഡ് ലൂപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് പോരെ. അതായത് ഫീഡ്ബാക്ക് ലൂപ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡ്രൈവ് ടു സാറ്റിസ്ഫൈ 1 or more ഓഫ് ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്തെങ്കിലും റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോളിന്റെ എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മളൊന്ന് എഴുതുക. ഒന്നാമതെന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇംപ്രൂവ് സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഇംപ്രൂവ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഇതിനകത്തുള്ളത്. അതായത് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇംപ്രൂവ് സ്പീഡ് ഓഫ് ദി റെസ്പോൺസ്, ഇംപ്രൂവ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ അടുത്ത് എഴുതുന്നുണ്ടെ ജസ്റ്റ് നമ്മളൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുവാണ്. ഡിഫറെൻറ്റ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ടെക്നിക്സ്, പല രീതിയിലുള്ള ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ടെക്നിക് ഉണ്ട്. കറന്റ് ലിമിറ്റ് കൺട്രോൾ ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് ടോർക്ക് കൺട്രോൾ ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് എഴുതിയാൽ മതി. ഈ ഒരു സെന്റൻസ് എഴുതാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാർക്കൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. അതായത് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് മാർക്ക് കിട്ടില്ല. അപ്പം നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ടോർക്ക് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ, കറന്റ് ലിമിറ്റ് കൺട്രോൾ എന്നൊക്കെ എഴുതി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തുവാണ് ചോദിച്ചിരിക്കുന്നത്, ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോളിന്റെ ഡയഗ്രാം അങ്ങോട്ട്, ആ ബ്ലോക്ക് ഡയഗ്രാം അങ്ങോട്ട് കൊടുക്കുക. ഈ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം ഞാൻ ഓൾറെഡി ക്ലോസ്ഡ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇന്നർ കറന്റ് ലൂപ്പും ഔട്ടർ സ്പീഡ് ലൂപ്പുമാണ്. ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്ന സ്പീഡ് കൺട്രോൾ ലൂപ്പും ഇന്നർ ലൂപ്പ് എന്ന് പറയുന്ന കറന്റ് കൺട്രോൾ ലൂപ്പുമാണ് ഒരു
ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോളിനകത്തിലുള്ളത്. അതായത് ഈ ഇന്നർ ലൂപ്പായിട്ടുള്ള കറണ്ട് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ മോട്ടറിലുള്ള കറണ്ടിനെ സെൻസ് ചെയ്ത് വെച്ചിട്ട് ഒരു കറണ്ട് ലിമിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ കറണ്ട് ലിമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് റെഫറൻസും അതുപോലെ ഇവിടെ നിന്ന് സെൻസ് ചെയ്ത് വരുന്ന ആക്ച്വൽ കറണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്തിട്ട് ആ എറർ സിഗ്നലിനെയാണ് നമ്മളൊരു കറണ്ട് കൺട്രോളറിൽ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ആവശ്യമുള്ള കറണ്ടിനെ, അതായത് കറണ്ട് കൺട്രോളർ പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നലിനെയാണ് കൺവേർട്ടർ വഴി വീണ്ടും മോട്ടറിലേക്ക് പോകുന്നത്. ഇതേ സമയം തന്നെ മോട്ടറിലുള്ള സ്പീഡിനെ സെൻസ് ചെയ്തിട്ട് റെഫറൻസ് സ്പീഡും ആക്ച്വൽ സ്പീഡും കൂടെ ഇവിടെ കമ്പയർ ചെയ്തിട്ട് ഇവിടെ ഒരു സ്പീഡ് എറർ ഉണ്ടാവുന്നു. ആ സ്പീഡ് എററിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ലിമിറ്റ്. ഈ കറണ്ട് ലിമിറ്റർ എന്തിനാണ് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്തിൽ. നമ്മൾ എന്താ പഠിച്ചത്, പവർ മോഡുലേറ്ററിന്റെ ഫംഗ്ഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ടിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു, അതായത് ട്രാൻസിയന്റ് ഓപ്പറേഷൻസിന്റെ സമയത്ത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറണ്ട് ലിമിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ ലിമിറ്റ് ചെയ്ത് ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും കൊടുക്കും. ആ ഒരു ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഉള്ളിൽ ആ കറണ്ട് എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പം 1 ആംപിയർ മുതൽ 5 ആംപിയർ വരെയുള്ളതാണ് ലിമിറ്റ് എങ്കിൽ 1നും 5നും ഇടയ്ക്കുള്ള കറണ്ടിനെ അത് കടത്തിവിടും, ബാക്കിയുള്ളതിനെ അത് എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യും. അതാണ് കറണ്ട് ലിമിറ്റർ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട്, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ബ്ലോക്ക് ഡയഗ്രത്തിന് മാത്രം 3 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ബ്ലോക്ക് ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുന്ന കാര്യം നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. പെൻസിലും കൊണ്ട് നിങ്ങൾ മാക്സിമം വരയ്ക്കണ്ട. നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ച് പെൻ വെച്ച് തന്നെ വരയ്ക്കുക. പെൻസിലും കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ എഴുതി വരുന്ന സമയത്ത് പെൻസിലും കൊണ്ടുള്ളത് മാഞ്ഞു പോകാൻ ഒരുപാട് പേപ്പർ നമ്മൾ നോക്കുമ്പോൾ കാണാം പെൻസിലും വെച്ചുള്ളതൊന്നും അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പെൻ വെച്ച് തന്നെ വരയ്ക്കുക. ഡയഗ്രാം നല്ല നീറ്റായിട്ട് വരയ്ക്കണം. നീറ്റ് ഡയഗ്രാം ആണെങ്കിൽ മാത്രമേ നമുക്ക് 3 മാർക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതി ഒരു ഇൻട്രൊഡക്ഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കാണുമ്പം തന്നെ, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ നമുക്കൊരു 5 മാർക്ക് അതിനകത്ത് കൊടുക്കാൻ നമുക്ക് തോന്നും. ഈ രീതിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കും പോകത്തില്ല. അല്ലാതെ നിങ്ങൾ വെറുതെ ഇഷ്ടമുള്ള രീതിയിൽ വൃത്തിയൊന്നും ഇല്ലാതൊക്കെ എഴുതുവാണെങ്കിൽ ഈ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 മാർക്കോ 1 മാർക്കോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ വിചാരിക്കും എക്സാം എഴുതി കഴിയുമ്പോൾ 60 മാർക്സ് കിട്ടും അല്ലെങ്കിൽ 70 മാർക്സ് കിട്ടും എന്ന്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40യോ 30യോ ഒക്കെ ആയി പോകുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഒരു വര എഴുതി വെച്ചിട്ട് നിങ്ങൾ പറയും ഫുൾ മാർക്കും കിട്ടും. പക്ഷെ അങ്ങനെ മാർക്ക് കിട്ടില്ല. സ്കീം ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. സ്കീം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം സ്കീം അനുസരിച്ച് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, derive the speed torque characteristics of DC separately excited motor. Draw its speed torque characteristics for variable armature resistance. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു DC സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഡിറൈവ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വേരിയബിൾ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെ ഇത് അറ്റംപ്റ്റ് ചെയ്യും? സ്കീം ഓഫ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിന്റെ ബേസിക് ഇക്വേഷൻസിന് തന്നെ 1 മാർക്ക് ഉണ്ട്. അത് ഡിറൈവ് ചെയ്ത്, അതായത് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡിന്റെയും ടോർക്കിന്റെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വരുന്നതിനാണ് 3 മാർക്സ്. സ്പീഡും ടോർക്കും ഡിറൈവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് വേരിയബിൾ ആർമേച്ചർ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിന് 1 മാർക്ക്. അപ്പം നിങ്ങൾ വെറുതെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം വരച്ചു വെച്ചാൽ 1 മാർക്കേ കിട്ടത്തുള്ളൂ. അതിന്റെ ഇക്വേഷനും ഡെറിവേഷനും ഒക്കെയാണ് ബാക്കി മാർക്ക്. നോക്കാം. The basic equations applicable to all DC motors are V is equal to EB plus IARA, EB is equal to K into phi omega M and T is equal to K into phi IA. ഓൾറെഡി നിങ്ങളെ ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിലെ ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. നിങ്ങളിത് ഞാൻ പഠിപ്പിച്ചതാണ്. Where V is the applied voltage, EB is the back EMF, IA is the armature current, RA is the armature resistance, phi is the flux per pole and omega M is the angular velocity. T is the torque produced by the motor and K is the motor constant. ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ എല്ലാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുകയാണ്. ഫ്രം 1 ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് EB is equal to V minus IAR എന്ന് എഴുതാൻ പറ്റും. ഫ്രം 3 തേർഡ് ഇക്വേഷൻസിൽ നിന്ന് IA is equal to T by K into 5 എന്ന് എഴുതാം. ഇത് തന്നെ ഈ 4ഉം 5ഉം കൂടെ ഉള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 and 5 in 4, ഈ 2ഉം 5ഉം നമ്മൾ 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് KE phi omega M is equal to V minus T by KE phi into RA എന്ന് കിട്ടും. ദാറ്റ് ഈസ് omega M is equal to V by KE phi minus RA by KE phi the whole square T. ഈ ഇക്വേഷൻ ആണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കാണാനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്.
ബേസിക് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ബേസിക് ഇക്വേഷൻസിന് 1 മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ 3 ബേസിക് ഇക്വേഷൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ 1 മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് എഴുതാതെ വെറുതെ ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്നതിനാണ് എത്ര മാർക്ക്? 3 മാർക്കുണ്ട്. ബേസിക് ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക്, ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്ന 1 മാർക്ക്. ഇനി ചോദിച്ചിരിക്കുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിൻ്റെ ആയതുകൊണ്ട് ഇതിന് മുമ്പത്തുള്ള ഇക്വേഷനകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫ്ലക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. K × φ = K എന്ന് നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ EB = K ω m എന്ന് നമുക്ക് കൊടുക്കാം. T = K × I എന്ന് കൊടുക്കാം. ω m = V/K - RA/K² × T എന്ന് നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് നമ്മൾ ബേസിക് ഇക്വേഷൻ എഴുതിയത് ഒരു DC മോട്ടറിന്റെ ബേസിക് ഇക്വേഷനാണ് എഴുതിയത്. DC മോട്ടറിന്റെ ബേസിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ആകുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഫീൽഡ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഫ്ലക്സ് അവിടെ അസ്യൂം ടു ബി കോൺസ്റ്റന്റ്. ഫ്ലക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അങ്ങനെ ഫ്ലക്സിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ K × φ എന്ന് പറയുന്ന ടേമിനെ നമുക്കൊരു കോൺസ്റ്റന്റ് ടേം ആക്കി മാറ്റാം. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻസും നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ ഡിറൈവ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ നോട്ട്ബുക്ക് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനിയും ചോദിച്ചിട്ടുള്ളത് എന്താണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ, അതായത് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിന്റെ വേരിയബിൾ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ ഉപയോഗിച്ചുള്ള സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഡയഗ്രമാണ് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിന്റെ വേരിയബിൾ ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു സീരീസ് മോട്ടറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഞാനിത് രണ്ടും കൂടെ നോട്ടിലുള്ളതുകൊണ്ട് ഇത് രണ്ടും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ മാത്രം വരച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് സീരീസ് മോട്ടറിന്റെ ചോദിക്കാം. ഇതുപോലെ തന്നെ സീരീസ് മോട്ടറിന്റെ ഡെറിവേഷനും ചോദിക്കാം, സീരീസ് മോട്ടറിന്റെ ഡയഗ്രാം ചോദിക്കാം. അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സീരീസ് മോട്ടറിന്റെ വരയ്ക്കണം. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിനും സീരീസ് മോട്ടറിനും 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരിക്കലും ഒരെണ്ണം തന്നെ രണ്ടിനും വരച്ചു വെക്കരുത്. രണ്ടും സെപ്പറേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ചോദിച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. സീരീസ് മോട്ടറിന്റെ ചോദിച്ചാൽ ഇത് വരയ്ക്കുക. അത് കറക്റ്റായിട്ട് വരച്ചിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അതുപോലെ എക്സ് ആക്സിസ് എന്നുള്ളത് ടോർക്കും വൈ ആക്സിസ് എന്നുള്ള സ്പീഡ് ആണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഏതൊരു ഗ്രാഫ് ആണെങ്കിലും അതിന്റെ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ്, സ്കെയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്കെയിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, draw the circuit diagram of a class C chopper fed DC motor. Draw its VA characteristics. ഇതിന്റെ സ്കീം, അതായത് ഒരു ക്ലാസ് സി ചോപ്പർ ഫെഡ് DC മോട്ടറിന്റെ സർക്യൂട്ട് വരയ്ക്കുക. അതിന്റെ വോൾട്ടേജും കറണ്ടും VA ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ക്ലാസ് സി ചോപ്പർ എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സ്കീം, ഐഡന്റിഫൈ ക്ലാസ് സി ചോപ്പർ. ക്ലാസ് സി ചോപ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് 1 മാർക്ക്. 2 മാർക്ക്. നെക്സ്റ്റ് മാർക്ക് 2 മാർക്സ് എന്ന് പറയുന്നത് സർക്യൂട്ട് ഡയഗ്രത്തിനാണ്. എക്സ്പ്ലനേഷൻ അഗെയിൻ 1 മാർക്ക്. VA ക്യാരക്ടറിസ്റ്റിക്സിന് 1 മാർക്ക്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് സി ചോപ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ക്ലാസ് സി ചോപ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലായോ? അതായത് നിങ്ങൾ ചോപ്പർ, പല ടൈപ്പുള്ള ചോപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ക്വാഡ്രന്റ് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമുള്ളത് പഠിച്ചിട്ടുണ്ട്, മോട്ടറിംഗ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്, 4 ക്വാഡ്രന്റ് ചോപ്പറും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസ് സി ചോപ്പർ എന്ന് പറയുന്നത് 2 ക്വാഡ്രന്റ് ചോപ്പർ ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇനി 2 ക്വാഡ്രന്റ് ചോപ്പറിനെയാണ് ക്ലാസ് സി ചോപ്പർ എന്ന് വിളിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്വാഡ്രന്റ് ചോപ്പറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. ഇനിയും ഈ 2 ക്വാഡ്രന്റ് ചോപ്പറിന് തന്നെ 2-3 സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. അതിൽ ക്ലാസ് സി ചോപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം തന്നെ വരച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? എഗെയിൻ 2 മാർക്സ് കിട്ടത്തുള്ളൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ VA ക്യാരക്ടർ സ്ലൈഡിലേക്ക് പോവാം. 2 ക്വാഡ്രന്റ് ചോപ്പർ ഫെഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ ഡ്രൈവ് ആണ് നമ്മുടെ ക്ലാസ് സി ചോപ്പർ. അപ്പോൾ ക്ലാസ് സി ചോപ്പർ വരച്ചു. അതായത് നോക്കിയാൽ മതി ഈ ഒരു ഡയഗ്രാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് ഒരു സ്വിച്ചും ഒരു ഡയോഡും കൂടെ മോട്ടറിംഗ് ഓപ്പറേഷനും അടുത്ത സ്വിച്ചും അടുത്ത ഡയോഡും കൂടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷനുമാണ് നടത്തുന്നത്. മനസ്സിലായോ? അറ്റ് എ ടൈമിൽ ഒരു സ്വിച്ചും ഒരു ഡയോഡും കൂടെ ഓൺ ആയി കഴിഞ്ഞാൽ മോട്ടറിംഗ് ഓപ്പറേഷൻ നമുക്ക് തരും. അത് ഓഫായിട്ട് അടുത്ത സ്വിച്ചും അടുത്ത ഡയോഡും ഓൺ ആകുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് തരും. അതുകൊണ്ടാണ് അതിന് 2 ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ബ്രേക്കിങ്ങും തരും, മോട്ടറിംഗും തരും. അപ്പോൾ 2 ക്വാഡ്രന്റിലുള്ള ഓപ്പറേഷൻ അറ്റ് എ ടൈം തരുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? 2 ക്വാഡ്രന്റ് ചോപ്പർ ഫെഡ് DC മോട്ടോർ ഡ്രൈവ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. It can provide the motoring and regenerative braking in forward direction. Forward directionil motoring തരുന്നു, ബ്രേക്കിംഗും തരുന്നു. Here the transistor TR1 and diode D1 from a chopper circuit provide
കൺട്രോൾ ഫോർ ഫോർവേഡ് മോട്ടറിംഗ് ഓപ്പറേഷൻ. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഇപ്പം ഞാൻ ഒന്നും കൂടെ ഇത് പറയുകയും ചെയ്തു. ഇനി അതുപോലെ തന്നെ അടുത്ത സ്വിച്ച് TR2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ സ്വിച്ചും ഡയോഡ് D2 കൂടെയാണ് ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചോപ്പറിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ചോപ്പർ ഫെഡ് DC മോട്ടോർ ഡ്രൈവ് ആണ് പഠിക്കാനുള്ളത്. ഡ്രൈവ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടറിൻ്റെ പാർട്ട് വരച്ചിരിക്കണം. അത് ഇൻഡക്ഷൻ മോട്ടർ ആയാലും DC മോട്ടർ ആയാലും സിങ്ക്രണസ് മോട്ടർ ആയാലും ഏതായാലും നിങ്ങളൊരു സർക്യൂട്ട് ഡ്രൈവ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എടുത്ത് മോട്ടറിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കണം. അതായത് ഇവിടെ RLE ലോഡ് എന്ന് പറയുന്ന ഇതാണൊരു മോട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. മോട്ടർ അവിടെ കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആ ഡയഗ്രാം തെറ്റാണ്. ചോപ്പർ ഫെഡ് DC മോട്ടർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ആ ഡ്രൈവിൻ്റെ അവിടെ ആ മോട്ടർ കാണിച്ചിരിക്കണം. ഏത് മോട്ടറാണോ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ആണെങ്കിൽ അത് വരയ്ക്കുക. ഇനി ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡയഗ്രാം ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ വരയ്ക്കുക. എന്തായാലും ചോപ്പർ നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്? DC മോട്ടർ ഡ്രൈവിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതാണ്? റോട്ടർ ചോപ്പർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്നൊക്കെ പഠിച്ചിട്ടുള്ളത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിലാണ്. അത് വേറെ. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരു DC മോട്ടറിലെ ക്ലാസ് C ചോപ്പർ ഫെഡ് DC ഡ്രൈവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഈ ഡയഗ്രാം. ഇനിയും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്താണ് നടക്കുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഫസ്റ്റ് സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് രണ്ടാമത്തേത് ഓഫ് ആയിരിക്കും. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സപ്ലൈയിൽ നിന്ന് ലോഡിലേക്കായിരിക്കും. വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. TR1 ഓഫ് ആവുന്ന സമയത്ത് മോട്ടോർ കറണ്ട് ഡയോഡിൽ കൂടെ ഫ്രീ വീൽ ചെയ്യുന്നു. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ TR2 ഓൺ ആയിരിക്കും. ആ സമയത്ത് TR1 ഓഫ് ആയിരിക്കും. മോട്ടർ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് ലോഡിൽ നിന്ന് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ഇൻഡക്റ്റൻസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനിയും TR2 എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? ലോഡിൽ നിന്ന് ഇൻഡക്ടറിൽ നിന്ന് സപ്ലൈയിലേക്ക് ഡയോഡ് D2 വഴി അത് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ടാവുന്നത്. ഇനി VI ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ്. X ആക്സിസിൽ കറണ്ടും Y ആക്സിസിൽ വോൾട്ടേജും വെച്ചിട്ട് ഈ വരച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? മോട്ടറിംഗ് ഓപ്പറേഷനും കാണാൻ പറ്റും, ബ്രേക്കിംഗ് ഓപ്പറേഷനും കാണാൻ പറ്റും. അപ്പം ഒരു ക്ലാസ് C ചോപ്പറിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ തന്നെ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ എന്താ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് അവിടെ നിങ്ങൾ കാണിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേരിയബിൾ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾഡ് ഇൻഡക്ഷൻ മോട്ടർ. Why stator voltage control is not suitable for speed control of induction motor with constant load torque? സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡ്രോ ദ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരയ്ക്കുക. അതിന് 1 മാർക്ക്. റീസൺ ഫോർ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ വിത്ത് കോൺസ്റ്റന്റ് ലോഡ് ടോർക്ക്. കോൺസ്റ്റന്റ് ലോഡ് ടോർക്കുള്ള ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോളിന് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നതിന്റെ റീസൺ. അതിനേക്കും 2 മാർക്ക്. അപ്പോൾ മൊത്തത്തിൽ 5. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ? By reducing the stator voltage, the speed of an induction motor can be reduced by an amount which is sufficient for speed control of some fan and pump application. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിലുള്ള വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുകയാണ്. സ്റ്റേറ്ററിലുള്ള വോൾട്ടേജിനെ കുറച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോകുന്ന സ്പീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് സ്ക്വയർ ആണെന്ന് അറിയാം. ടോർക്ക് വോൾട്ടേജ് സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. സോ വെൻ ദ വോൾട്ടേജ് ഈസ് റെഡ്യൂസ് ടു റെഡ്യൂസ് സ്പീഡ് ഫോർ ദ സെയിം കറന്റ് മോട്ടർ ഡെവലപ്സ് ലോവർ ടോർക്ക് വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ സം പമ്പ് ആൻഡ് ഫാൻ ആപ്ലിക്കേഷൻ. പമ്പ് ആൻഡ് ഫാൻ ആപ്ലിക്കേഷൻസിന് വേണ്ടി സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്താണ്? സ്യൂട്ടബിൾ ആണ്. The motor efficiency is given by eta is equal to Pm by Pg, that is equal to 1 minus S. S എന്ന് പറഞ്ഞ സ്ലിപ്പ് ആണ്. This equation shows that the efficiency falls with decrease in speed. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. Speed control is essentially obtained by dissipating a portion of rotor input power in rotor resistance and this overheats rotor. അതായത് സ്പീഡ് കൺട്രോൾ നമുക്ക് പറ്റുന്നത് എങ്ങനെയാണ്? ഡിസിപ്പേറ്റിംഗ് എ പോർഷൻ ഓഫ് റോട്ടറിലെ ഇൻപുട്ട് പവർ റോട്ടർ റെസിസ്റ്റൻസിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഇത് റോട്ടറിനെ ഓവർ ഹീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പീഡ് കൺട്രോൾ നമുക്ക് വേണ്ടത്. പക്ഷേ സ്പീഡ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എസെൻഷ്യലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബൈ ഡെസിപ്പേറ്റിംഗ് എ പോർഷൻ ഓഫ് റോട്ടർ ഇൻപുട്ട് പവർ. റോട്ടർ റെസിസ്റ്റൻസിൽ പവർ ഡെസിപ്പേറ്റ് ചെയ്ത് വഴിയാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ പോസിബിൾ ആക്കുന്നത്. പക്ഷേ ഈ വഴി ചെയ്തു കഴിഞ്ഞാൽ അത് എന്തുണ്ടാക്കുന്നു? റോട്ടറിനെ ഓവർ ഹീറ്റ് ചെയ്യുന്നു.
ഇനി വേരിയബിൾ വോൾട്ടേജ് ഫോർ സ്പീഡ് കൺട്രോൾ ഈസ് ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് AC വോൾട്ടേജ് കൺട്രോളർ. ഇനി സ്പീഡ് കൺട്രോളിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റർ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യണമല്ലോ, അത് വേരിയബിൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ AC വോൾട്ടേജ് കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. ബൈ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ ദ സ്പീഡ് കൺട്രോൾ ബിലോ ബേസ് സ്പീഡ് ഈസ് ഓൺലി പോസിബിൾ. ബേസ് സ്പീഡിന് താഴെയുള്ള സ്പീഡ് കൺട്രോൾ മാത്രമേ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ വഴി നമുക്ക് പോസിബിൾ ആവത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോളിൻ്റെ സ്റ്റേറ്റർ വോൾട്ടേജിൻ്റെ വേരിയേഷൻ അനുസരിച്ചുള്ള സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് V1 V2 V3 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും V1 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V3 ആണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ടോർക്ക് അതായത് കോൺസ്റ്റന്റ് ലോ ടോർക്ക് ഉള്ളിടത്ത് നമ്മളിത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? അത് നമുക്ക് നോക്കാം. Here the supply frequency is constant. Supply frequency constant ആണ്. The torque equation indicates that the torque is proportional to square of its stator voltage. For the same slip and frequency, a small change in stator voltage results in relatively large change in torque. ഞാൻ ഓൾറെഡി പറഞ്ഞു, വോൾട്ടേജ് ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്താലും എന്ത് ചെയ്യും, ടോർക്ക് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. A 10% reduction in voltage causes a 19% reduction in developed torque as well as the starting and maximum torque. അതുവഴി നമ്മുടെ സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും എല്ലാം എന്ത് ചെയ്യും, റിഡക്ഷൻ ഉണ്ടാവുന്നു. ഇനി ദ ഫിഗർ ഷോസ് നമ്മുടെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുള്ളത് of an induction motor under stator voltage control. This characteristics is based on torque equation. ഈ വരച്ചിട്ടുള്ളത് നമ്മൾ ടോർക്ക് ഇക്വേഷൻ അനുസരിച്ചാണ് നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയിരിക്കുന്നത്. ദിസ് ഷോസ് 2 curves for 2 different values of the stator voltage. അതായത് V1 V2 V3 എന്ന് പറയുന്ന 3 സെപ്പറേറ്റ് സ്റ്റേറ്റർ വോൾട്ടേജിന്റെ വാല്യൂസിനുള്ള കർവാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Here the slip at the maximum torque remains unchanged since it is not a function of voltage. അതായത് ഇവിടെ നമ്മുടെ മാക്സിമം ടോർക്ക് കിട്ടേണ്ട സമയത്ത് സ്ലിപ്പിന്റെ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുവാണ്. എന്തുകൊണ്ടാണ്? സ്ലിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജിന്റെ ഫംഗ്ഷൻ ആയിട്ടല്ല നമ്മൾ സ്ലിപ്പിനെ എഴുതുന്നത്. സോ ഫോർ എ ലോ സ്ലിപ്പ് മോട്ടർ, അതുകൊണ്ട് തന്നെ ലോ സ്ലിപ്പ് വാല്യൂ ഉള്ള മോട്ടറിൽ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെരി നാരോ സ്പീഡ് റേഞ്ച് ആയിരിക്കും. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വൈഡ് റേഞ്ച്. സ്പീഡ് റേഞ്ച് നാരോ ആയതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് സ്പീഡ് കൺട്രോളിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആൻഡ് കോൺസ്റ്റന്റ് ടോർക്ക് ലോഡ് ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കോൺസ്റ്റന്റ് ടോർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം സ്റ്റേറ്ററിന്റെ വോൾട്ടേജിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് സ്പീഡിനെ കുറയ്ക്കുമ്പോൾ സ്റ്റേറ്ററിന്റെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ടോർക്ക് ഓൾറെഡി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കോൺസ്റ്റന്റ് ടോർക്ക് ലോഡിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ റിക്വയറിംഗ് low starting torque and a narrow speed range at relatively low slip. ഇനി ഇതിന് ആപ്ലിക്കേഷൻ ഉള്ളത് എവിടെയാണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്കും നാരോ സ്പീഡ് റേഞ്ചും ഉള്ള റിലേറ്റീവ്ലി ലോ സ്ലിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഫാൻ, പമ്പ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻസിന് മാത്രമാണ് നമുക്ക് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ ഓഫ് സ്പീഡ് കൺട്രോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ റീസൺ തന്നെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ മാർക്ക് കിട്ടത്തുള്ളൂ. എന്താണ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഓൾറെഡി 4 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു. 4 മൊഡ്യൂളിലെ 4 A പാർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കിയുള്ള 5, 6, 7, 8 റിമൈനിങ് A പാർട്ടിലുള്ള 4 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ലെക്ചർ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ ഓൾറെഡി വായിച്ചു വെക്കണം. ഓരോ മൊഡ്യൂൾ വൈസ് നിങ്ങളിങ്ങനെ ഞാനീ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ആവശ്യമുള്ളൊരു ആൻസർ കീ മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങളത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് നിങ്ങളത് നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്